ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ചുറ്റുമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 19:10. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞൊരു വാക്യമാണിത്. യേശു ക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? വൈ ജീസസ് കെയിം ടു ദിസ് എർത്ത്. ഈ ഭൂമിയിലേക്ക് യേശു ക്രിസ്തു എന്തിനു വേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ മറുപടി കർത്താവിനോട് തന്നെ ചോദിക്കാം. കർത്താവിൻ്റെ മറുപടി കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. ദൈവം മനുഷ്യനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് നഷ്ടപ്പെട്ടത് തൻ്റെ സ്വന്തം മകനെയാണ്. അഥവാ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ ദൈവത്തിന് നഷ്ടപ്പെട്ടു. എന്നേക്കുമായി നഷ്ടപ്പെടരുത് എന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് ദൈവം അവനെ കണ്ടെത്തുവാൻ ആഗ്രഹിച്ചു. മനുഷ്യൻ്റെ പുറകെ നടക്കുകയാണ്. മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ ദൈവം മനുഷ്യൻ്റെ പുറകെ നടക്കുകയാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഒളിച്ച് ഓടിപ്പോയിരിക്കുകയാണ്, കാണാതെ പോയിരിക്കുന്നു. അവനെ തിരയുകയാണ് ദൈവം. ദൈവം മനുഷ്യനെ അന്വേഷിക്കുകയാണ്. തിരഞ്ഞിട്ട് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു വന്നത്. പിതാവായ ദൈവം മനുഷ്യനുണ്ടായ കാലം മുതൽ, അല്ല സഹോദര, പ്രിയ സഹോദരി, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുൻപേ, നാം ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നതിന് മുമ്പേ, അല്ല ജനിച്ച് വീണു നമ്മൾ പിച്ച വെച്ച് നടന്നു തുടങ്ങി ഓരോ നിമിഷവും ദൈവം നമ്മുടെ പുറകെയാണ്. കാരണം നാം കാണാതെ പോയിരിക്കുന്നു, വഴി തെറ്റി കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. ഒരു മനുഷ്യനുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടമാക്കിയിരിക്കുന്നു. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ഇതെല്ലാം മനുഷ്യൻ പാപം ചെയ്ത് അനുസരണക്കേട് മൂലം നഷ്ടമാക്കി തീർത്തു. ദൈവത്തിൻ്റെ തേജസ് മനുഷ്യനിൽ നിന്ന് മാറി. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൊതി എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് കാണാതെ പോയ മനുഷ്യനെ തിരഞ്ഞു രക്ഷിക്കുക എന്നുള്ളതാണ്. ദൈവം അങ്ങനെ മനുഷ്യനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ദൈവം അന്വേഷിക്കുന്നതിൻ്റെ കാരണമാണ് തൻ്റെ പുത്രനെ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി പരിശുദ്ധ കന്യകമറിയാമിൽ ജനിക്കുവാൻ ദൈവത്തിന് പ്രസാദമായത്. അതുകൊണ്ട് ദൈവം പറയുകയാണ്, യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചതിൻ്റെ ഉദ്ദേശം കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ദൈവം ചിന്തിക്കുമ്പോൾ ഇതാ ദൈവം അന്വേഷിക്കുകയാണ്. ആരെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനുണ്ടോ? ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യർ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുകയാണ്. ഒരു വശത്ത് ദൈവം മനുഷ്യനെ അന്വേഷിക്കുമ്പോൾ ദൈവം നോക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ഏതെങ്കിലും മനുഷ്യൻ, അവന് ബുദ്ധിമാൻ എന്നാണ് വേദപുസ്തകം പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ, ഭാഗ്യവാൻ. ഈ ഭൂമിയിലെ ഭാഗ്യവാൻ എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവനാണ്. അങ്ങനെ ദൈവം നോക്കുമ്പോൾ ഇതാ ഒരു മനുഷ്യൻ. അതിൻ്റെ ആദ്യത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. 19-ാമത്തെ വാക്യം. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. മതി, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ പേര് സക്കായി എന്നാണ്. അവൻ യെരിഹോവിലെത്തി. യേശു യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായി സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. സക്കായിയെക്കുറിച്ച് ഒരു വാക്ക്, അവൻ ചുങ്കം പിരിക്കുന്നവനാണെന്ന് മാത്രമല്ല, ചുങ്കക്കാരിൽ പ്രമാണിയാണ്. ഒരു ടാക്സ് ഓഫീസർ മാത്രമല്ല, ഹി മേ ബി എ കമ്മീഷണർ ഓഫ് ടാക്സ്. ടാക്സിൻ്റെ ഒരു പ്രമാണിയാണ്, ചുങ്കം പിരിക്കുന്ന ഒരു പ്രമാണിയാണ്. അക്കാലത്ത് യഹൂദന്മാരുടെ അടുക്കൽ നിന്ന് ചുങ്കം പിരിച്ച് റോമൻ ഗവൺമെൻറ്റിന് കൊടുക്കുവാൻ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരുത്തനെ നിയമിച്ചിട്ടുണ്ട്. അവനാണ് ഈ സക്കായി. അവൻ യഹൂദനാണ്, പക്ഷെ അവൻ ചുങ്കം പിരിക്കുന്നവനാണ്. ചുങ്കം പിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ ആർക്കും താല്പര്യമുള്ള ജോലിയല്ല. മാന്യമായ ജോലി പലതുണ്ടെങ്കിലും ഈ ജോലിക്ക് ഒരു മാന്യതയുമില്ല. കാരണം ആളുകളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നതിന് തുല്യമാണ്. അന്നത്തെ കാലത്ത് ചുങ്കക്കാരും പാപികളും എന്നാണ് പറയുന്നത്. ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും അത്രമാത്രം പാപികളുടെ പര്യായമായിട്ട് കൂട്ടുന്ന ഒരു പ്രൊഫഷനാണ് ചുങ്കം പിരിക്കുന്ന ജോലി. എന്തുകൊണ്ടായിരിക്കും ഈ സക്കായി ഈ ജോലി ഏറ്റെടുക്കാൻ കാരണം? ഇത്രമാത്രം ജനസമ്മതിയില്ലാത്ത,
ജനങ്ങൾ വെറുക്കുന്ന ഈ തൊഴില് എന്തുകൊണ്ടായിരിക്കും സക്കായി എടുക്കാൻ കാരണം അതിസമ്പന്നനാകാനുള്ള നല്ലൊരു മാർഗമാണ്. നന്നായി ധനവാനാകുവാൻ പറ്റിയ ഒരു ജോലിയാണ്. അതുകൊണ്ട് ജനസമ്മതി ഇല്ലെങ്കിലും ആർക്കും താല്പര്യമില്ലെങ്കിലും സക്കായി ഈ ജോലി തിരഞ്ഞെടുത്തു. അതുകൊണ്ട് അവൻ മഹാധനവാനായി തീർന്നു. അന്നത്തെ കാലത്ത് അവൻ ധനികനായ വ്യക്തിയായി തീർന്നു. അങ്ങനെയുള്ള വ്യക്തി യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു. ആലോചിച്ച് നോക്കി, ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് സക്കായി? അവൻ എന്തിൻ്റെ കുറവാണ്? പ്രിയപ്പെട്ടവരെ, നമുക്ക് തോന്നും നമ്മൾ കാണുമ്പോൾ മനുഷ്യരൊക്കെ അവർക്കൊന്നും ഒരു കുറവുമില്ല എന്ന്. ധനത്തിന് ധനം, മക്കൾക്ക് മക്കള്, ആണ് പെണ്ണ്, അപ്പന് അമ്മ, ജോലി, പ്രൊഫഷൻ, വിവാഹം കഴിച്ചു, എല്ലാവരും നല്ല നിലയിൽ പോകുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട്. ഏത് മനുഷ്യനും ജാതി മതഭേദമന്യേ, വർഗവർണ്ണ വ്യത്യാസമന്യേ എല്ലാ മനുഷ്യരും ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട്. അത് നികത്തുവാൻ പണത്തിന് സാധ്യമല്ല, അത് നികത്തുവാൻ മറ്റൊന്നിന് സാധ്യമല്ല. സാക്ഷാൽ ദൈവത്തിന് മാത്രമേ ആ ശൂന്യത നികത്തുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ഈ സക്കായിയുടെ കുടുംബത്തിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളാണോ? അറിഞ്ഞുകൂടാ. അതോ സക്കായിക്ക് എന്തെങ്കിലും രോഗമുണ്ടോ? അറിഞ്ഞുകൂടാ. അതോ സക്കായി യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ തന്നെ ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതിന്റെ 13-ാം അധ്യായത്തിൽ കർത്താവ് ഒരിക്കൽ പറഞ്ഞു, മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചു പോകും. ദൈവത്തിന്റെ വചനമാണ്. ഒരുപക്ഷെ ആരെങ്കിലും പറഞ്ഞ് സക്കായിയോട് പറഞ്ഞു കാണും, ഇങ്ങനെയൊരു കാര്യം യേശു പറഞ്ഞു, നശിച്ചു പോകുമെന്ന്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് കർത്താവ് പറഞ്ഞു. മറ്റൊരു അധ്യായത്തിൽ ഇതേ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കുവാൻ സാധിക്കുകയില്ല. മാമോൻ എന്ന് പറഞ്ഞാൽ ധനം, ദ്രവ്യാഗ്രഹവും ആരാധനയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. മറ്റൊരു സ്ഥലത്ത് ധനവാനായ ഒരു മനുഷ്യൻ നിത്യജീവൻ ചോദിച്ചു കൊണ്ടുവന്നു. നിത്യജീവൻ. അപ്പോൾ പക്ഷേ അവൻ ദുഃഖിച്ച് കരഞ്ഞ് ദുഃഖിച്ച് മടങ്ങിപ്പോയി. കാരണം എന്താ? അവൻ്റെ ധനത്തെ സ്നേഹിക്കിയാൽ അവൻ യേശുവിൻ്റെ കൂടെ പോകാൻ സാധിച്ചില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സക്കായിയുടെ ചെവിയിൽ എത്തിയിട്ടുണ്ടാകും. പലതും കേട്ട് സക്കായി ആകെ കൂടെ ഒരു കൺഫ്യൂഷനിലായി. അഥവാ സക്കായിക്ക് തോന്നി, എൻ്റെ ഈ ധനം, ഞാനൊരു ധനവാനാണല്ലോ, സക്കായി ധനവാനാണല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരിക്കൽ പറഞ്ഞു, ഇതേ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം കർത്താവ് സക്കായി കേട്ടു. മാത്രമല്ല, തൊട്ടു മുമ്പ് ധനവാന്റെയും ലാസറിന്റെയും സംഭവം കർത്താവ് പറയുകയാണ്. അവിടെ ആ ധനവാൻ, അവൻ എന്ത് സംഭവിച്ചു? അവൻ പാതാളത്തിൽ യാതന അനുഭവിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞ എന്താ? ഒരു ദരിദ്രൻ, ശരീരം മുഴുവനും വ്രണം നിറഞ്ഞ് ദരിദ്രനായിട്ടുള്ള ഒരു മനുഷ്യൻ, അവൻ സ്വർഗത്തിലെത്തി. ഇതെല്ലാം ഈ സക്കായി കേട്ടിട്ടായിരിക്കാം അവനൊരാഗ്രഹം, ഈ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. അവന് വലിയൊരാഗ്രഹം, യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. നമ്മളാരും തികഞ്ഞവരല്ല, നമ്മളെല്ലാം തികഞ്ഞവരോ പരിശുദ്ധന്മാരോ അല്ല. എന്നാൽ ദൈവത്തെ കാണുവാൻ, യേശുവിനെ കാണുവാൻ നമ്മൾ ഒരുമിച്ച്, നമുക്ക് ദൈവം ഒരു കൃപ തന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുവിനെ കാണുവാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ശ്രമിക്കുന്നുവെങ്കിൽ അവനെ നോക്കി സന്തോഷിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അവനെ നോക്കി സന്തോഷിക്കുന്ന ഒരു സ്വർഗമുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, വളർച്ചയിൽ കുറിയവൻ, പൊക്കം കുറഞ്ഞവനായതുകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. പുരുഷാര നിമിത്തം യേശുവിനെ കാണാൻ കഴിഞ്ഞില്ല. അന്നും ഇന്നും എന്നും പുരുഷാരം നിമിത്തം യേശുവിനെ കാണാൻ മനുഷ്യന് സാധിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ ഞാനുണ്ട്. യേശുവിനെ കാണുവാൻ വരുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ 2 or 3 പേർ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ യേശുവുണ്ട്. എന്നാൽ പുരുഷാര നിമിത്തം ഇന്ന് മനുഷ്യന് യേശുവിനെ കാണാൻ സാധ്യമല്ല. ഓർക്കണം, നാം പുരുഷാരത്തിൻ്റെ കൂടെയാണോ അതോ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവരാണോ? ലോകത്തിൽ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മുടെ അയൽവക്കത്തുണ്ട്. സഹോദരങ്ങളെ, അവന് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് വലിയ പുരുഷാരത്തിൻ്റെ കൂടെ കൂടി
യേശുവിനെ കാണാൻ മറ്റുള്ളവർക്ക് സാധിക്കാതിരിക്കുന്നുണ്ടോ? സക്കായി പുറകോട്ട് മാറിയില്ല. അവൻ എന്ത് ചെയ്തു? അവൻ ഓടി ഒരു കാട്ടത്തിമേൽ കയറി. അവൻ ആ കാട്ടത്തിമേൽ കയറി ഇങ്ങ് ഇരിക്കുകയാണ്. യേശു ആ വഴിയായി വരികയായിരുന്നു. ഇതാ ദൈവം വരികയാണ്. കാണാതെ പോയതിനെ തിരഞ്ഞ് അന്വേഷിക്കുന്ന മനുഷ്യപുത്രൻ ഇതാ കാൽ ചുവടുകളും വെച്ചുകൊണ്ട് ആ തെരുവീതിയിലൂടെ, യെരിഹോവിൻ്റെ തെരുവീതിയിലൂടെ ഇതാ യേശു ക്രിസ്തു കടന്നു വരുന്നു. അവൻ വരുന്നത് കാണാതെ പോയ ആ മനുഷ്യനെ അന്വേഷിച്ചാണ്. പുരുഷാരം അവന് വിഷയമല്ല. അവൻ്റെ കൂടെ വലിയ പുരുഷാരമുണ്ട്. യേശുവിന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാത്ത പുരുഷാരം. എന്നാൽ യേശു ഇതാ വരികയാണ്. അവൻ നോക്കുമ്പോൾ ഇതാ അവൻ അത്തിയുടെ താഴെ വന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ, അത്തിയുടെ താഴെ എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയേ ഇറങ്ങി വാ, ഇന്നു നിൻ വീട്ടിൽ ഞാൻ വസിക്കും. അവൻ മുകളിലേക്ക് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സക്കായി ഞെട്ടിത്തരിച്ചു പോയി. സക്കായിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ, യേശു എങ്ങനെയുള്ളവനെന്ന് കാണണമെന്ന് മാത്രം. എന്നാൽ ഇതാ അവനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇതാ കർത്താവ് താഴെ വന്ന് നിന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട്, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. ബന്ധപ്പെട്ടു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അറ്റ് വൺസ് എന്നാണ്. സഡൻലി, പെട്ടെന്ന് അവൻ താഴേക്ക് ഇറങ്ങി സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടു. പ്രിയപ്പെട്ടവരെ, ഇതാണ് സ്വർഗത്തിലെ ദൈവം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 4000 വർഷങ്ങൾക്ക് അതിനു മുമ്പ്, ഈ കർത്താവ് ഈ സംഭവം നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതാ ഒരു മനുഷ്യൻ അവൻ അത്തിയുടെ ഇടയിൽ ഒഴിക്കുകയാണ്. അത്തിയിൽ അത് ഊട്ടി അവന് വസ്ത്രമുണ്ടാക്കാൻ നോക്കുകയാണ്. ദൈവം വന്നപ്പോൾ, കർത്താവ് നടന്നു വന്നതുപോലെ ദൈവം ഏദൻ തോട്ടത്തിൽ നടന്നു വന്നപ്പോൾ യഹോവയായ ദൈവം തന്നെ കാണാതിരിപ്പാൻ വൃക്ഷങ്ങളുടെ ഇടയിൽ, അത്തിവൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ച ഒരു മനുഷ്യനുണ്ട്. അവൻ്റെ പേരാണ് ആദാം. ദൈവം അവൻ്റെ പേര് വിളിച്ചില്ല. അവന് ദൈവത്തെ കാണണമെന്ന് ആഗ്രഹമില്ല. ദൈവം കാണാനും അവൻ ആഗ്രഹിച്ചില്ല. നമ്മുടെ വല്യപ്പൻ ആദാം. എന്നാൽ പേര് വിളിച്ചില്ല. ദൈവം ചോദിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ഭയപ്പെട്ടു, ഞാൻ ഒളിച്ചു, നിന്നെ കാണാതിരിപ്പാൻ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവിടെ ഇതാ ഒരു മനുഷ്യൻ, അവൻ യേശു വിളിച്ചു, പേര് വിളിച്ചു, സക്കായി എന്ന് പേര് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, നാം എല്ലാം നമ്മുടെ പാപങ്ങൾ എത്രയാണെങ്കിലും, എല്ലാവരും വെറുക്കുന്ന ചുങ്കക്കാരനാണെങ്കിലും, ലോകം പാപി എന്ന് മുദ്രകുത്തിയാലും യേശുവിനെ കാണുവാൻ ഇതിൻ്റെ നടുവിൽ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ പേര് വിളിക്കുന്നൊരു കർത്താവുണ്ട്. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് പേർ ചൊല്ലി വിളിച്ചവർ തുലോം ചുരുക്കമാണ്. സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. അപ്പോഴൊരു പ്രശ്നം, കണ്ടവർ എല്ലാം ഇവൻ പാപിയായ മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞ് പെറുപിറുത്തു. യേശുവിനെതിരെയാണ് പറയുന്നത്, ദൈവത്തിനെതിരെയാണ് പറയുന്നത്. സർവശക്തനായ ദൈവം, പരിശുദ്ധന്മാർ, പരിശുദ്ധ മാലാഖമാർ ആരെ നോക്കി വിറയ്ക്കുന്നു, ആ ദൈവത്തോട് മനുഷ്യർ പറയുകയാണ്, ഇവൻ പാപിയായ മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞ് പിറുപിറുത്തു. യേശു ഒരു വാക്കും മിണ്ടിയില്ല. സക്കായി അവിടെ നിന്നു എന്ന് പറഞ്ഞാൽ സക്കായി നടക്കുകയായിരിക്കാം കർത്താവിൻ്റെ കൂടെ. സക്കായിയോ നിന്നു കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുത്തുകൊള്ളാം. പ്രിയപ്പെട്ടവരെ, യേശു ഒന്നും മിണ്ടിയില്ല. സക്കായി, നീ ഒന്ന് പോയി ഒന്ന് വൃത്തിയായിട്ട് ശരിയായിട്ടൊന്ന് വന്നിട്ട് നീ എൻ്റെ കൂടെ വന്നാൽ മതി, ഞാൻ പരിശുദ്ധനാണ്, നിന്റെ നടപ്പ് ശരിയല്ല, ഇതൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് മൗനമായി നിൽക്കുമ്പോൾ സക്കായിക്കൊരാഗ്രഹമുണ്ട്. ആളുകൾ പറയുന്നത് ശരിയാണ്, ഞാൻ ആള് ശരിയല്ല, ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ട്, ഞാൻ ധനത്തെ സ്നേഹിച്ചവനാണ്, എന്നാൽ ഞാൻ യേശുവിനെ സ്നേഹിക്കും, എനിക്കിനി പുറകോട്ട് പോകാൻ സാധ്യമല്ല. യേശു മതി, ആ സ്നേഹം മതി, യേശുവിൻ്റെ കൂട്ടായ്മ മതി. അവൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ
ദരിദ്രർക്ക് കൊടുക്കുന്നു. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുത്തുകൊള്ളാം. പ്രിയപ്പെട്ടവരെ, അവൻ ഇനി എന്തുണ്ട്? ആ ധനവാനായ മനുഷ്യന്റെ പകുതി കൊടുത്തു, മാറിക്കഴിഞ്ഞു. ബാക്കിയുള്ളത് ചതിവായി വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് 100%. 100%. ഈ ചതിവായി വാങ്ങിയത് കൊണ്ടാണല്ലോ അവൻ ധനവാനായത്. കിട്ടുന്ന ശമ്പളം മാത്രം മതിയെന്ന് വെച്ചാൽ ധനവാനാകുകയില്ലായിരുന്നു. എന്നാൽ അവന് അതല്ല വിഷയം, യേശു മതി. ചുരുക്കം പറഞ്ഞാൽ അവനിനി ഒന്നും ഉണ്ടാകില്ല. ഇതാണ് സാക്ഷ്യം. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, കർത്താവ് പറഞ്ഞത് വേദപുസ്തകത്തിൽ സുവിശേഷത്തിലില്ല, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ലാഭം. ഇത് എഴുതിയിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളിലാണ്. ഇത് എഴുതിയത് ലൂക്കോസാണ്. ഒരു പക്ഷേ ഈ സംഭവത്തിന് ശേഷം കർത്താവ് പറഞ്ഞതായിരിക്കുമോ? അറിഞ്ഞുകൂടാ. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ലാഭം. ഈ സാക്ഷ്യം നമുക്ക് പറയാനുണ്ടോ? ഇതാണ് ദൈവം ഈ ഭൂമിയിൽ ഒരു ക്രിസ്ത്യാനിൽ നിന്നും ആഗ്രഹിക്കുന്നത്. കൊടുക്കുക, തിരികെ കൊടുക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക, പങ്കുവെക്കുക. നമുക്കുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് സ്നേഹം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കൊടുക്കുക ഒന്നാമത്, രണ്ടാമത് മടക്കി കൊടുക്കുക. അനേകർ, ഞാനിത് പറയുമ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ കഴിഞ്ഞ നാളുകളിൽ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറിന്റെ വായിൽ നിന്ന് വചനം കേട്ട് എത്രയോ പേർ തങ്ങൾക്ക് അവകാശമില്ലാത്ത, മറ്റുള്ളവരിൽ നിന്ന് വഞ്ചിച്ചെടുത്ത, മോഷ്ടിച്ചെടുത്തത് തിരികെ കൊണ്ടുപോയി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കുകയും തിരികെ കൊടുക്കുകയും ചെയ്യണം. ഇതാണ് സാക്ഷ്യം. ഈ സാക്ഷ്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ വെച്ച് സക്കായി പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ കർത്താവ് സന്തോഷിച്ചു. കർത്താവ് പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഈ വീടിന് രക്ഷ വന്നു എന്ന് പറഞ്ഞു. ഇതാണ് സന്തോഷം. ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു എന്ന് പറഞ്ഞു. കർത്താവ് വളരെ സന്തോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത് കേൾക്കുമ്പോൾ മറ്റൊന്നും നമുക്ക് പറയാനില്ല. എന്താണ് അബ്രഹാമിന്റെ പ്രത്യേകത? ഞാനൊന്ന് ചിന്തിച്ചു, എന്താണ് സക്കായിയും അബ്രഹാം തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? സക്കായി തൻ്റെ മകനെ സ്നേഹിച്ചിരുന്നു. അബ്രഹാം തൻ്റെ മകനെ സ്നേഹിച്ചിരുന്നു. 100 വയസ്സായി കാത്തിരിക്കുകയാണ്. മനുഷ്യനാണ് സാധാരണ നമ്മെപ്പോലുള്ള മനുഷ്യൻ. കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കുമ്പോൾ സ്വാഭാവികമായും വിഷമമുണ്ടാകും, നിരാശയുണ്ടാകും, പ്രയാസമുണ്ടാകും. എന്നാൽ വാർദ്ധക്യത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം നിവർത്തിച്ചു. ഒരു കുഞ്ഞിനെ കൊടുത്തു. അവൻ്റെ പേര് ഇസഹാക്ക്. ആ കുഞ്ഞ് ചിരിയെന്നാണ്. ആ കുഞ്ഞിൻ്റെ കൂടെ പ്രമോദമായി സന്തോഷത്തോടുകൂടെ അബ്രഹാമും ഭാര്യ സാറയും ഇസഹാക്കിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസങ്ങൾ, നാളുകൾ. എന്നാൽ ഒരു ദിവസം ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമെ എന്ന് വിളിച്ചതിന്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ ഞാൻ കൽപ്പിക്കുന്ന മലയിൽ യാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ, താൻ സ്നേഹിക്കുന്ന തൻ്റെ മകനെ യാഗം കഴിക്കണമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അതുപോലെ അനുസരിച്ചു. രാവിലെ എഴുന്നേറ്റു. ആരോടും ആലോചന ചോദിക്കാൻ പോയില്ല. രാവിലെ എഴുന്നേറ്റു. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അത് ശരിയാണോ തെറ്റാണോ, ദൈവത്തിൽ നിന്നാണോ അതോ അശരീരി കേട്ടതാണോ, ഇതൊന്നും ചിന്തിക്കാൻ പോയില്ല. രാവിലെ എഴുന്നേറ്റു, കഴുതയ്ക്ക് കൂപ്പിട്ടു, ബാല്യക്കാരെ വിളിച്ചു, മകനെയും കൂട്ടി, ഭാര്യയോട് പോലും ചോദിച്ചില്ല, ഇറങ്ങി യാഗം കഴിക്കാൻ പുറപ്പെട്ടു. തൻ പ്രിയപ്പെട്ട മകനേക്കാൾ അധികം ദൈവത്തെ സ്നേഹിച്ചു. എന്താണ് സക്കായി ചെയ്തത്? താൻ സ്നേഹിച്ച ധനത്തെ, തൻ്റെ ധനത്തെ അതിനേക്കാൾ ഉപരിയായി യേശുവിനെ സ്നേഹിച്ചു. പ്രിയ സഹോദര, സഹോദരി, ജീവിതത്തിൽ ഏറ്റവും അധികമായി നീ സ്നേഹിക്കുന്നത് ആരെയാണ്? നമ്മുടെ വാവ് കൊണ്ട് പറയുന്നതല്ല. ജീവിതത്തിൽ ഏറ്റവും അധികം നാം സ്നേഹിക്കുന്നത് ആരെയാണ്? ജോലിയാണോ? ബിസിനസ്സാണോ? സമ്പത്താണോ? മക്കളെയാണോ? അതോ മറ്റെന്തെങ്കിലുമാണോ? യൗവനക്കാരാ, പ്രിയ യൗവനക്കാരി, ശാന്തമായി ചിന്തിക്കൂ. പരിശുദ്ധമായ ഒരു കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിനേക്കാൾ അധികമായി 1-ാം സ്ഥാനം ആർക്കും കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. 1-ാം സ്ഥാനം അതുണ്ടെങ്കിൽ മാത്രം ആ സ്ഥാനം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാനമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, യേശു ആഗ്രഹിക്കുന്നു. സക്കായി ചെയ്തത് അതുമാത്രമാണ്. അവൻ കർത്താവിനെ സ്നേഹിച്ചു. ഇതാ കർത്താവും അവനും ഒരുമിച്ച് പോകുകയാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു, ദൈവം ഈ ഭൂമിയിലേക്ക്, കർത്താവായ യേശു ക്രിസ്തു അവൻ ജനിച്ച് വളർന്ന നാൾ മുതൽ അവൻ അന്വേഷിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ ആയിരിക്കുന്നു.
നമ്മളെ ഓരോരുത്തരെയുമാണ് കർത്താവ് അന്വേഷിക്കുന്നത്. നമ്മളെ തിരഞ്ഞ് കണ്ടെത്തും വരെ അന്വേഷിക്കുകയാണ്. ഒരുപക്ഷെ രോഗം മൂലമായിരിക്കാം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വന്നത്. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മെ പരിഹസിച്ച് ഒറ്റപ്പെട്ടപ്പോൾ അല്പം സമാധാനം കിട്ടുവാനായിരിക്കാം നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വന്നത്. ഒരുപക്ഷെ കടബാധ്യതയായിരിക്കാം നമ്മെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിച്ചത്. ഈ ഭൂമിയിലെ അനേക കാര്യങ്ങളുണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയിരിക്കാം. പ്രിയപ്പെട്ടവരെ, എങ്ങനെ പല കാര്യങ്ങൾ, മുഖാന്തരങ്ങൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ വന്നു. ഇതെല്ലാം ഒന്നും യാദർച്ഛികമല്ല. ഇതെല്ലാം ദൈവം കാണുന്നു. ദൈവമാണ് നമ്മളെ കൂട്ടിവരുത്തിയത്. പിതാവായ ദൈവം ആകർഷിച്ചിട്ടല്ലാതെ ആരും യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വരുന്നില്ല. അതുകൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെ രക്ഷിക്കുവാനാണ്. അതിനു വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ കുരിശിൽ മരിച്ചത്. യേശുക്രിസ്തു നമ്മെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്നപ്പോൾ യാദർച്ഛികമായി കൊല്ലപ്പെട്ടതല്ല, യാദർച്ഛികമായി ഒരു അപകട മരണം സംഭവിച്ചതല്ല. പിന്നെയോ തന്നെത്താനാണ് അവൻ കാൽവറിയിലേക്ക് ക്രൂശ് മരം ചുമന്നുകൊണ്ട് നടന്നു നീങ്ങിയത്. അവൻ തന്നെത്താനാണ് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം കൈകൾ വിരിച്ചു ആ ക്രൂശിൽ അവൻ തലചായ്ച്ചു. കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവൻ്റെ കൈകളിലും കാലുകളിലും ആണികൾ അടിച്ചപ്പോൾ അവൻ ഇതെല്ലാം സഹിച്ചത് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ നരകം അവൻ രുചി നോക്കുകയായിരുന്നു. നരകം, അതിൻ്റെ ഭയാനകത എന്താണ്? അതിൻ്റെ ഭയാനകത അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവുമുണ്ട്. അതല്ല അതിൻ്റെ ഭയാനകത. അവിടെ ഒരിക്കലും ദഹിക്കാത്ത തീരാത്ത തീയുണ്ട്. അതല്ല നരകത്തിൻ്റെ ഭയാനകത. പിന്നെയോ നരകത്തിൻ്റെ ഭയാനകത എന്ന് പറയുന്നത് ഏകാന്തതയാണ്. ഒരിക്കലും തിരിച്ചു വരാത്ത, ദൈവം കൈവിട്ടുവെന്ന് ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ, ഞാനും നിങ്ങളും തിരിച്ചറിയുന്ന, ഒരിക്കലും തിരിച്ചു വരാത്തൊരു സ്ഥലമാണ് നരകം. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകേണ്ടതിന് കാരണം, എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ ജീവിതകാലം നഷ്ടപ്പെടുത്തിയല്ലോ. ശരീരത്തിലിരുന്നപ്പോൾ ഞാൻ ചെയ്തതും പ്രവർത്തിച്ചതും ചിന്തിച്ചതുമെല്ലാം ദൈവത്തിനെതിരായിരുന്നല്ലോ. എനിക്ക് തന്ന ആരോഗ്യം ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ. എൻ്റെ ശരീരം കൊണ്ട് ഞാൻ പാപം ചെയ്തല്ലോ എന്നോർത്ത് ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യമല്ലാതെ ഒരു മനുഷ്യൻ കരഞ്ഞ് പല്ലുകടിച്ച് ജീവിക്കുന്ന, എന്നേക്കും നരകിക്കുന്ന സ്ഥലമാണ് നരകം. ഈ നരകമാണ് ക്രൂശിൽ കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ശാന്തമായി നാം എന്ത് തീരുമാനിക്കുന്നു? കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നതെങ്കിൽ എന്തിന് ഓടിപ്പോകുന്നു? എന്തിന് മടങ്ങിപ്പോകുന്നു? എന്തിന് പിന്മാറുന്നു? എന്തിന് സംശയിക്കുന്നു? യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം ഏൽപ്പിക്കൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം സമർപ്പിക്കൂ. യേശുവിനോട് പറയൂ, കർത്താവേ, ഞാനാണ് കാണാതെ പോയവൻ, ഞാനാണ് പാപി. ആ വാക്ക് കേൾക്കുവാൻ സ്വർഗം സന്തോഷിക്കുന്നു. മനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകും. സ്വർഗം സന്തോഷിക്കുവാൻ ഒരുപക്ഷെ ആരും നമ്മളെക്കുറിച്ച് ഈ ഭൂമിയിൽ സന്തോഷിച്ചിട്ടില്ലായിരിക്കാം. സക്കായിയെക്കുറിച്ച് എല്ലാവരും വെറുത്തവനാണ്, ആരും സന്തോഷിച്ചില്ല. അവനെ കാണുന്നത് പുച്ഛമായിരുന്നു. എന്നാൽ സ്വർഗം അവനെ നോക്കി സന്തോഷിച്ചു. അതിൻ്റെ കാരണം അവൻ ഇന്ന് യേശുവിൻ്റെ കൂടെയാണ്. ഈ ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ സഹോദരങ്ങളെ? കിട്ടിയിട്ടില്ലെങ്കിൽ യേശുവിനോട് തീരുമാനം പറയണം. മനുഷ്യരാരും കാണണ്ട, ആരെയും കാണിക്കാനല്ല, ഹൃദയത്തിൽ നമുക്ക് ഈ തീരുമാനം ഉണ്ടായിരിക്കണം. ഇന്ന് പ്രാപിക്കണം. നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല, ദൈവത്തിന് മഹത്വം. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, നിൻ മരണം കൊണ്ടെൻ്റെ വൻ നരകം നീ അകറ്റി. ഇത് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ മരണം കൊണ്ട് എൻ്റെ വൻ നരകം നീ അകറ്റി. ഇനി എൻ്റെ ജീവിതം ഒരു ഉദ്ദേശമേ ഉള്ളൂ, വീട് പണിയാനല്ല. കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അറിഞ്ഞുകൂടാ, കുഞ്ഞുങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ അറിഞ്ഞുകൂടാ, ഈ കടം മാറുമോ അറിഞ്ഞുകൂടാ, നാളെ ജപ്തി വരുമോ അറിഞ്ഞുകൂടാ, രോഗം മാറുമോ അറിഞ്ഞുകൂടാ. എന്നാൽ പിതാവേ, നിന്റെ മഹത്വം, അതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ പ്രശംസയല്ല, എൻ്റെ ഇല്ലാത്തതിനെക്കുറിച്ചുള്ള പരിദേവനങ്ങളല്ല, നിന്റെ മഹത്വം അതന്വേഷിച്ച് എൻ്റെ കാലം കഴിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് ചേർന്ന് പാടാം. നിൻ മരണം കൊണ്ടെൻ്റെ വൻ നരകം
നീ അകറ്റി. നിൻ മരണം കൊണ്ടെൻ്റെ വന്നരകം നീ അകറ്റി. നിൻ മഹത്വം തേടി നീ എൻ കാലം കഴിപ്പാൻ കൃപ നൽകണമേ. നിൻ മഹത്വം തേടി നീ എൻ കാലം കഴിപ്പാൻ കൃപ നൽകണമേ. ദേവേശ യേശുപരാ ജീവനെ നീക്കായി വെടിഞ്ഞോ. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. കർത്താവേ, നിനക്ക് മഹത്വം, നിനക്ക് മഹത്വം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുന്ന് ക്രൂശിൽ മരിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ നരകം അവിടുന്ന് രുചി നോക്കിയെന്നും ഞങ്ങളെ ശിക്ഷാവിധിയിൽ കടക്കാതെ നിത്യജീവനിലാക്കുവാൻ അവിടുന്ന് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ മഹത്വവും യേശു ക്രിസ്തുവിന് അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.